വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സ്കൂളുകളിൽ പഠന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കൈറ്റിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ വേർഷനായിട്ടുള്ള ഉബുണ്ടു 22.04 ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് വേണ്ടത് OS അടങ്ങിയിട്ടുള്ള USB പെൻഡ്രൈവ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. തുടർന്ന് നമ്മൾ ഏറ്റവും ആവശ്യമുള്ള ഒരു വസ്തുത നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പിൻ്റെ ബൂട്ടബിൾ കീ ഏതാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. തുടർന്ന് നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബൂട്ട് കീ ജസ്റ്റ് പ്രസ് ചെയ്യുക. തുടർന്ന് നമുക്ക് ബൂട്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് നമുക്ക് മുന്നിൽ നമ്മുടെ വിൻഡോയിൽ വരുന്നതായിട്ട് കാണാം. ബൂട്ട് ചെയ്യുന്നതിനായി നമ്മുടെ പെൻഡ്രൈവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എൻ്റർ നൽകുക. തുടർന്ന് നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള വിവരങ്ങൾ വരുന്നത് കാണാം. ഏറ്റവും ഒന്നാമത്തെ ട്രൈ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ നൽകുക. തുടർന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നതാണ്. ഓരോ സിസ്റ്റത്തിനനുസരിച്ചിട്ടായിരിക്കും ചില വ്യത്യാസങ്ങൾ, ടൈമുകളിൽ കുറവും കൂടുതലും ഏറ്റക്കുറവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റിക്കും പ്രോസസ്സറിൻ്റെ സ്പീഡിനുമൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ വരിക എന്നുള്ളത് ശ്രദ്ധിക്കുക. ചില സിസ്റ്റമുകളിൽ കുറച്ചധികം സമയം ഇത്തരം പ്രോസസ്സുകൾക്കായി വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ കാത്തു നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രോസസ്സറിൻ്റെയും നമ്മുടെ കപ്പാസിറ്റിയുടെയും ഒക്കെ അനുസരിച്ചായിരിക്കും ഇത്തരം പ്രോസസ്സുകൾ, അതിൻ്റെ സ്പീഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ പുതിയ ഉബുണ്ടുവിൻ്റെ ഒരു ഇൻ്റർഫേസ് ഈ രീതിയിലായിരിക്കും നമ്മുടെ പുതിയൊരു ഉബുണ്ടുവിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇൻസ്റ്റാളേഷൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇൻസ്റ്റാൾ ചെയ്തു എന്നാരും കരുതേണ്ടതില്ല. തുടർന്ന് നമുക്ക് വരുന്ന വിൻഡോയിൽ ട്രൈ കൈറ്റോസ്, ഇൻസ്റ്റാൾ കൈറ്റോസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. തീർച്ചയായും ഇൻസ്റ്റാൾ കൈറ്റോസ് എന്നുള്ളത് എടുക്കുക. പ്രത്യേകിച്ച് നമുക്ക് അവിടെ ലാംഗ്വേജുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. താഴെ വലതുവശത്ത് താഴെയായി കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമുക്ക് പ്രത്യേകിച്ച് വൈഫൈയുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. നമുക്കവിടെ ഇപ്പോൾ വൈഫൈയുടെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. വൈഫൈ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ നൽകി നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. താഴെ ഡോട്ടുകളിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പ്രോസസ്സ് താഴെ ഓറഞ്ച് നിറത്തിലുള്ള ഡോട്ടുകളിലായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ രീതിയിലേക്കുള്ള ഇൻ്റർഫേസിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ നോർമൽ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തുക. കണ്ടിന്യൂ എന്നുള്ള താഴെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് അടുത്തൊരു വിൻഡോയിലേക്ക് കടന്നതായി കാണാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റാൾ കൈറ്റ് OS 22.04 എലോങ് സൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എലോങ് സൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് തരത്തിൽ കാണാം. ഉബുണ്ടു 18.04 എന്നുള്ളതും കൈറ്റ് അതിൻ്റെ 22. പുതിയ ഉബുണ്ടുവിൻ്റെ വെർഷനും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നേരത്തെ ഇപ്രാവശ്യം ചെയ്യുന്നതിലൊരു പ്രത്യേകതയുണ്ട്. എലോങ് എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ ചെയ്യുന്നത്. രണ്ടും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പഴയ 18.04 നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. എലോങ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 18 വെർഷൻ്റെ എലോങ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
നമ്മളിവിടെ വലതുവശത്തായിട്ട് ഇൻസ്റ്റാൾ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ നൽകിയ ശേഷം അടുത്ത ഒരു പ്രവർത്തനത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതുണ്ട്. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ നൽകുക. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ തന്നെ നൽകുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുമ്പോൾ നമ്മളവിടെ നമ്മുടെ സ്ഥലത്തെ അല്ലെങ്കിൽ നമ്മളെവിടെയാണോ എന്നുള്ളതിനനുസരിച്ച് അവിടെയുള്ള ഒരു ടൈം സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് വളരെ പ്രയാസമൊന്നുമില്ല. നമുക്കൊന്ന് ചെയ്യാം, നമ്മുടെ ഭൂപടത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടൈം സോൺ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, മാറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരിടാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ശ്രദ്ധിച്ച് തന്നെ നമ്മുടെ ഭൂപടത്തിലെ ഇന്ത്യയുടെ ഭാഗം നോക്കി അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടൈം സോൺ വരും. തുടർന്ന് കണ്ടിന്യൂ എന്ന് പറയുന്ന നമ്മുടെ പ്രോസസ്സ് തുടരുക. കുറച്ചധികം സമയമെടുക്കുന്ന പ്രോസസ്സാണ് ഇൻസ്റ്റാളേഷൻ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വളരെ ക്ഷമയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. നമ്മൾ അടുത്തൊരു ഇൻ്റർഫേസിലേക്ക് കടന്നതായി കാണാം. നമ്മളിവിടെ നെയിമിങ്, അതുപോലെ തന്നെ പാസ്വേഡ്, യൂസർ നെയിം, അത്തരം കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഇൻ്റർഫേസാണ് നമുക്ക് മുന്നിലായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു സ്ഥലങ്ങളിൽ കൈറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നൽകുന്നത്. രണ്ടാമതായി നമുക്ക് കൊടുക്കുന്നത് നമ്മുടെ യൂസർ നെയിം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഒരു നെയിം നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ നൽകാവുന്നതാണ്. ഇവിടെ കൈറ്റ് എന്നുള്ള രീതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നിലവിലുള്ള ലാപ്ടോപ്പുകളെ നിലവിൽ നമ്മുടെ സ്കൂളിൻ്റെ കോഡ് അടിച്ചു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ആ ഒരു നമ്പറും കൂടി അതിൽ ജസ്റ്റ് നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടായിട്ട് നൽകുകയാണ്. തുടർന്ന് വരുന്ന സ്ഥലത്ത് ഓട്ടോമാറ്റിക്കായി തന്നെ കൈറ്റ് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൂസ് എ പാസ്വേഡ്. ഇവിടെ നമ്മളൊരു പാസ്വേഡ് കൃത്യമായിട്ട് നൽകാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുകയും വേണം. നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് നൽകാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയിലുണ്ടാവണം, അല്ലെങ്കിൽ എഴുതി രേഖപ്പെടുത്തേണ്ടതാണ്. ഇവിടെ വളരെ സിമ്പിളായി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പാസ്വേഡ് എന്ന് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ കൊടുക്കാവുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ലോഗിൻ ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഒരു ഓപ്ഷനിലാണ് കിടക്കുന്നതെങ്കിൽ തീർച്ചയായും അതൊന്ന് മാറ്റി നമ്മുടെ പാസ്വേഡ് ചോദിച്ചുകൊണ്ട് പാസ്വേഡ് ലോഗിൻ എന്നുള്ള രീതിയിലേക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ ലാപ്ടോപ്പ് ഓണാക്കുമ്പോൾ പാസ്വേഡ് ചോദിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അനധികൃതമായ രീതിയിലുള്ള ഉപയോഗമൊക്കെ പലപ്പോഴും പലരും എടുത്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ആ ഒരു ഓപ്ഷൻ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക, കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നതായിട്ട് താഴെ ഒരു ഓറഞ്ച് ബാറിൽ നീങ്ങുന്നതായിട്ട് കാണാം. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് 100% എത്തുമ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് പൂർണ്ണമായ രീതിയിൽ എത്തി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കുറച്ചധികം സമയമെടുക്കുന്ന പ്രോസസ്സാണ് എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്തരം ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഫുൾ ചാർജ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. യാതൊരു വിധത്തിലും ചാർജ് കഴിഞ്ഞ് ഓഫാവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം വർക്കുകൾ വീണ്ടും ആദ്യം മുതൽ തന്നെ പുനരാരംഭിക്കേണ്ടി വരും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോഫ്റ്റ്വെയറുകൾ മറ്റും ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻ്റർഫേസിലുള്ള ചില വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് ശ്രദ്ധിക്കാം. ധാരാളം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ചിലപ്പോൾ ചില സിസ്റ്റംസ് ഇൻസ്റ്റാളേഷൻ നടക്കുന്നതിന് 2 മണിക്കൂർ 2.5 മണിക്കൂറിലധികം എടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വളരെ ക്ഷമയോട് കാത്തിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഇൻസ്റ്റാളേഷനും മറ്റും നടക്കുമ്പോൾ നമ്മുടെ പ്ലഗ് ചെയ്തിട്ടുള്ള USB യാതൊരു കാരണവശാലും ഇളകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ അത്തരം സന്ദർഭങ്ങൾ ഇളകുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ ക്രാക്ക്ഡ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് വളരെ സാവധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പ്രവർത്തനങ്ങളും മറ്റും ആഡ് ചെയ്തുകൊണ്ടാണ്
ഈ പുതിയ വേർഷൻ എത്തിയിരിക്കുന്നത് എന്നാണ് അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നൽകുമ്പോൾ നിലനിർത്താൻ എലോങ് സൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നതിനുള്ള കാരണം പുതിയ പുസ്തകങ്ങൾ എല്ലാ ക്ലാസ്സുകളിലേക്കും എത്തിയിട്ടില്ല എന്നതിനാലും LP തലങ്ങളിൽ പഴയ 18.04 തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനാലും ലാബുകളിലും മറ്റും ഉപയോഗിക്കുമ്പോൾ നമുക്ക് 2 വേർഷനും ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിനാലാണ് നമ്മൾ ഒരു വേർഷൻ പഴയ ഓൾഡർ വേർഷൻ നിലനിർത്തിക്കൊണ്ട് പുതിയ വേർഷനും കൂടി നമ്മുടെ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. നോർമലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ എലോങ് സൈഡ് എന്നുള്ളത് ചിലപ്പോൾ ആവശ്യം വരികയില്ല. ആദ്യത്തെ വേർഷനെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ വേർഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലും അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലും പഴയ 18.04 തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതിനാൽ നമുക്ക് ആ ഒരു വേർഷനെ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആക്കി പുതിയ വേർഷനിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ വന്നിരിക്കുന്നു. അതിനാലാണ് ഇത്തരം ഒരു ഓപ്ഷൻ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോസസ്സ് വളരെ പതുക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു നമ്മുടെ താഴെയുള്ള ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൻ്റെ താഴ്വശത്തായിട്ടുള്ള ഒരു പ്രോസസ് ബാർ നമുക്ക് കാണാവുന്നതാണ്. നമ്മളെ ലൈറ്റിൻ്റെ ഒരു പ്രയാസം കാരണം കൊണ്ട് ആ ബാറ് തുടക്കത്തിൽ കണ്ടെങ്കിലും പിന്നീട് അത് നമുക്ക് കാണാൻ സാധിക്കാതെ വരുന്നു. നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്കത് കൃത്യമായി കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഒരു പ്രോഗ്രസ് എത്രത്തോളം എത്തി, എത്ര ശതമാനം എത്തി എന്നുള്ളത് നമുക്ക് കണ്ട് നിരീക്ഷിക്കാവുന്ന ഒരു അവസരമുണ്ട്. നമ്മുടെ സ്ക്രീനിൽ അത് അവ്യക്തമായിട്ടാണ് കാണാൻ കഴിയുന്നത്. പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നുള്ളത് വലതുവശത്ത് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഐക്കൺ റൗണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഇൻസ്റ്റാളേഷൻ എന്നുള്ളത് ആദ്യമേ ബോധ്യപ്പെടുക. വളരെ എളുപ്പത്തിൽ വന്ന് 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ ചെയ്ത് പോകാൻ കഴിയുന്നതല്ല. വളരെ നമുക്ക് സമയവും അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മളൊരു ഇൻസ്റ്റാളേഷന് വേണ്ടി തയ്യാറാവാൻ. നമ്മുടെ ഇൻസ്റ്റാളേഷൻ്റെ ഏകദേശം ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കുറച്ചധികം സമയം എടുത്തുവെന്ന് വരാം. ആരും ഇത് സ്റ്റക്കായതാണ് എന്നുള്ള രീതിയിൽ ഷട്ട് ഡൗൺ ചെയ്യുകയോ അല്ലെങ്കിൽ പെൻ ഡ്രൈവ് വലിച്ചുരുകയോ ചെയ്യരുത്. കുറച്ചധികം സമയം തന്നെ ഇതിന് ആവശ്യമുള്ളതാണ്. നമ്മുടെ പ്രോസസ്സ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നതിന് വേണ്ടി ചിലപ്പോൾ 20 മിനിറ്റ് 25 മിനിറ്റോളമൊക്കെ നമുക്ക് കാത്തു നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ അതിനധികം സമയവും വരുന്നതായിട്ട് കാണാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നടന്നു കഴിഞ്ഞു.
നമ്മുടെ പുതിയ ഇൻ്റർഫേസ്, പുതിയ ഉബണ്ടുവിൻ്റെ പുതിയ ഇൻ്റർഫേസ് നമുക്കവിടെ കാണാവുന്നതാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കവിടെ റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. റീസ്റ്റാർട്ട് എന്നുള്ളതിൻ്റെ അടിയിൽ ഈ സമയത്തും നമ്മൾ യാതൊരു കാരണവശാലും നമ്മുടെ USB പെൻഡ്രൈവ് അവിടെ നിന്ന് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് റിമൂവ് ചെയ്താൽ നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. റീസ്റ്റാർട്ട് എന്നുള്ളത് നൽകിയതിന് ശേഷം അല്പസമയം കൂടിയും വെയിറ്റ് ചെയ്യേണ്ടതാണ്. റീസ്റ്റാർട്ടിൻ്റെ തൊട്ട് താഴെയായി ഒരു പോപ്പുമായിട്ട് വരുന്നുണ്ട്. റിമൂവ് USB എന്ന് കാണുമ്പോൾ മാത്രം നമ്മൾ USB റിമൂവ് ചെയ്യുക. USB റിമൂവ് ചെയ്തതിനു ശേഷം എൻ്റർ നൽകുക. തുടർന്ന് നമ്മുടെ പുതിയ വെർഷൻ അപ്ലോഡ് ചെയ്തതും പഴയ വെർഷനും നമുക്കിതിൽ നമ്മുടെ തുറന്നു വരുന്ന സമയത്ത് നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും ഒന്നാമത് കിടക്കുന്നത് നമ്മുടെ പുതിയ വെർഷനായിട്ടുള്ള 22.04ഉം അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള ഓപ്ഷനായിട്ട് കിടക്കുന്നത് നമ്മുടെ പഴയ വെർഷനായിട്ടുള്ള 18.04ഉമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഓട്ടോമാറ്റിക് ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ വെർഷനായിട്ടുള്ള 22ലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യുന്നത് കാണാം. ഇവിടെ കഴിഞ്ഞ 18.04 നിന്നുള്ള വ്യത്യാസം ഡയറക്റ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നില്ല. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ വരും. തുടർന്ന് നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും എൻ്റർ നൽകേണ്ടതാണ്. എൻ്റർ നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഉബണ്ടു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് കാണാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഹോം അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നമ്മുടെ ഡെസ്ക്ടോപ്പിലായിട്ട് വരുന്നില്ല. നേരെ മറിച്ച് താഴെ അതിനുള്ള മെനു ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വിൻഡോസ് കീ, നമ്മുടെ കീബോർഡിലുള്ള വിൻഡോസ് കീ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെർച്ച് ബാർ വരും. നമുക്ക് ആവശ്യമുള്ള ഏതാണ് എങ്കിൽ അവിടെ നമ്മൾ അതിൻ്റെ ഒരു കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടതെല്ലാം അവിടെ നിന്ന് വരുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട പഠന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വലതുവശത്ത് മുകളിലായി നമ്മുടെ ചാർജിങ് ബാറ്ററി പോയിൻറ്റിൻ്റെ അവിടെയാണ് നമുക്കിവിടെ ഷട്ട് ഡൗൺ ചെയ്യുന്നതിനും ലോഗ് ഔട്ട് ചെയ്യുന്നതിനൊക്കെയുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 18.04 നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്ക് മുന്നിലുള്ളത്. ഷട്ട് ഡൗൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. തുടർന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് 18.04 നിലവിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. 18.04 സെലക്ട് ചെയ്യുന്നു. സാധാരണ പോലെ തന്നെ നമ്മൾ എൻ്റർ കൊടുത്തുകൊണ്ട് 18.04ലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് പരിചയിച്ചിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്ക് മുന്നിലായിട്ട് തെളിഞ്ഞു വരുന്നത്. 18.04ൻ്റെ ഡെസ്ക്ടോപ്പ് മെനു വരുന്നത്. ഡയറക്റ്റ് നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പാസ്വേഡ് നൽകി എൻ്റർ നൽകി നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ തുടർന്ന് ഉപയോഗിക്കാവുന്നതാണ്.